ഹായ് ഫ്രണ്ട്സ്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. സാധാരണ മീൻകറി വെക്കുന്നതിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ഒരു മീൻകറി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കറിക്ക് ആവശ്യമായ മുളക് പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് കുതിർത്താനായിട്ട് വെക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും നോർമൽ ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത്യാവശ്യം ഒരു ലൂസ് പരുവത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് മീൻകറിക്ക് നല്ല കൊഴുപ്പോട് കൂടിയുള്ള ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇത് കലക്കി വെക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് വേറൊരു മിക്സ് തയ്യാറാക്കണം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 1 പിടിയോളം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ കറിവേപ്പില ചേർത്താൽ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 നുള്ള് കായപ്പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കൂട്ടിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കിലോ കേരമീനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദശക്കട്ടിയുള്ള ഏതൊരു മീനും നമുക്ക് ഈ കറിക്കായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ മുളക് പൊടിയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ കറിയിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കറിയുടെ ഗ്രേവി അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുടംപുളിയും അതിൻ്റെ വെള്ളവും കൂടി ചേർത്തിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീനിൽ നമ്മൾ ഉപ്പിട്ടുകൊണ്ട് അത്യാവശ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മീനിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അത്യാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഗ്രേവി എല്ലായിടത്തോട്ടും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ചിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഫുള്ളായിട്ട് അടച്ച് വെക്കേണ്ട, ഏകദേശം ഒരു 1/4 ഭാഗം ആവുന്ന രീതിയിൽ, കുറച്ച് ഓപ്പൺ ആവുന്ന രീതിയിൽ വേണം അടച്ച് വെക്കാൻ. എന്നാലേ നമ്മുടെ കറിയിൽ നെയ്യൊക്കെ തിരിഞ്ഞിട്ട് നന്നായിട്ട് വരുള്ളൂ. മീൻകറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും തിളച്ചതിന് ശേഷം തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ബാക്കിയുള്ളത് വേവിച്ചെടുക്കാനായിട്ട്. എന്നാലേ മീൻകറിയുടെ ആ ഒരു ടേസ്റ്റ് നെയ്യൊക്കെ തിരിഞ്ഞ് വരുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും ഒന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറി തയ്യാറായിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിക്ക് മുന്നേ നിങ്ങൾക്ക് നിർത്താം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ ഒരു മീൻകറി വെച്ചിട്ട് അപ്പം തന്നെ എടുക്കാതെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങളിനി മീൻകറി വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ മീൻകറിയാണ്. അത്ര രുചിയാണ് ഇതിന്. അപ്പോൾ എന്തായാലും നിങ്ങൾ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്